ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകണം മൈൻക്രാഫ്റ്റ്. അപ്പോൾ മൈൻക്രാഫ്റ്റിൽ നമ്മളിന്ന് ഒരു സർവൈവൽ സീരീസാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ നമ്മൾ വുഡ് ഇവിടെ കളക്റ്റ് ആക്കി, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി, പിന്നെ 14 വുഡ് 20 സ്റ്റിക്കൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഒരു വാൾ ഉണ്ടാക്കണം ഗൈസ്, പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ ഒരു സ്റ്റോണിൻ്റെ ഇതും. അത്രയും മതി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്രയൊക്കെ മതിയായിരിക്കും ഗൈസ്, ഇത്രയൊക്കെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇപ്പോൾ വുഡനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നേരെ സ്റ്റോണിലേക്ക് പോകണം. ജംഗിൾ ബയോമാണെന്ന് തോന്നിട്ടാ. ഇതെവിടെ ഇതെന്താടാ ഇവിടെയൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിട്ട് വെച്ചാണോ ഗൈസ്? നമുക്കിത് നോക്കി ഇതെന്താന്ന് നമുക്കിത് നോക്കാം ഗൈസ്. നമുക്കിത് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഇത് മറ്റേ ഇതായിരിക്കുമോ? ഹൈ, ഓക്കെ. എന്ത് നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കണ്ടല്ലോ. എൻ്റെ പേരെന്തെന്ന് നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ പേരെന്താണ്? അയ്യേ, ഇതിനൊന്നും കിട്ടിയില്ല. എനിക്ക് മിക്കവാറും തോന്നുന്നു നമുക്ക് സ്റ്റോണിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇവിടെ ആനയുണ്ടല്ലോ. ആനയോട് ഇപ്പം കളിക്കാൻ പോകണോ? വേണ്ട. നമുക്ക് താഴത്ത് കുഴിച്ച് പോയിട്ട് നമുക്ക് സ്റ്റോൺ ഒന്ന് കണ്ടുപിടിക്കണം ഗൈസ്. സ്റ്റോൺ സ്റ്റോൺ എത്തി. ഇനി നമുക്ക് ഇവിടെ ആദ്യം തന്നെ അയണിലേക്ക് പോരുതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അയൺ വിട്ടേക്ക് ഗൈസ്. കാരണം അയൺ വല്ലതും പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടില്ല ഗൈസ്. അയൺ ഒന്നാമത് കിട്ടില്ല. അതിനേക്കാളും നല്ലത് ഒരു ഇതായിട്ട് നമുക്ക് നല്ലതാണ്. ഓക്കെ, 7. ഇനി അധികം പോയി കഴിഞ്ഞാൽ നമ്മൾ ചാവും. അതുകൊണ്ട് വേണ്ട. പ്രൊഫഷണലൊക്കെ ഇപ്പോഴും ഉണ്ട് ഗൈസ്, ഇപ്പോഴും ഉണ്ട് പ്രൊഫഷണൽ. ദൈവമേ, എനിക്ക് ഇപ്പോൾ തന്നെ എന്തോ മതി. ഞാൻ ചാടിയില്ല ഗൈസ്, ഞാൻ ചാടിയില്ല. ഇതെന്ത്? വരട്ടെ. എങ്ങനെയെങ്കിലും നമുക്കൊരു ഇതുണ്ടാക്കണം ഗൈസ്. സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഇത് നമുക്ക് ആദ്യമായിട്ട് അയൺ കുഴിക്കാൻ പോകണം ഗൈസ്. ഈ സർവറിൻ്റെ പേരെന്താണെന്ന് പറയട്ടെ? വാഴ ഗൈസ്. വാഴയാണ് ഈ സർവറിൻ്റെ പേര്. ഓക്കെ, എനിക്ക് ഇനി സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പോകുമെന്ന് നോക്കുക. ഞാനയുടെ ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുമോ? സ്റ്റോൺ പിക്കാക്സ് 2 ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് 1 എനിക്ക് മതി. ഇപ്പോൾ നമുക്ക് നേരെ പോയി സ്റ്റോൺ ഒന്ന് ഇത് മൈൻ ചെയ്യാം. സ്റ്റോൺ പോട്ടെ, അയൺ. അയൺ എടാ മോനെ, എത്ര അയണാടാ? എനിക്ക് എത്ര അയണ ഇരിക്കുന്നേ? ഈടാ മോനെ, സീനുള്ള അയൺ. 4 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 4 അയൺ കിട്ടി. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. വില്ലേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇച്ചിരി പണിയാണ്. കുഴപ്പമില്ല. നമുക്ക് കയറി പോയിട്ട് നമ്മുടെ ഇതൊന്ന് ചെയ്യട്ടെ ഗൈസ്. കുറേ നേരം എടുക്കും. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ GB എണ്ണം പറഞ്ഞ ഇപ്പം പോയേനെ. ഓക്കെ, GB എണ്ണം പറഞ്ഞ ഇതിലേക്ക് നമുക്ക് പോകണം. GB എണ്ണൻ എന്താണ് പറഞ്ഞത് അതുപോലെ നമ്മൾ കേൾക്കണം. ലയണൊക്കെ ഉണ്ടല്ലോ. ഇവന്മാരെ അടിച്ച് ഇവന്മാരെ അലേർട്ടാവും ഗൈസ്. അലേർട്ടാവും. നമുക്ക് എങ്ങനെയും ഒരു ഇത് കണ്ടുപിടിക്കാനുണ്ട്. നമുക്കിപ്പോൾ അത് വെസ്റ്റാണ്. അപ്പോൾ ഇത് വെസ്റ്റ് ആണെങ്കിൽ അത് ഈസ്റ്റ് ആവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് വെസ്റ്റ് ആണെങ്കിൽ ശരിയായി, അത് ഈസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈസ്റ്റിലേക്ക് പോകണം ഗൈസ്. ഈസ്റ്റിലേക്ക് പോയിട്ട് വേണം നമുക്കൊരു ഇച്ചിരി പണിയുണ്ട് ഗൈസ്. ഇച്ചിരി പണിയുണ്ട്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഷീപ്പിനൊക്കെ കണ്ടുപിടിക്കാനുണ്ട് ഗൈസ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഷീപ്പില്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഷീപ്പിനൊക്കെ കണ്ടുപിടിക്കണം. ഇച്ചിരി വുഡനൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെ ഒരു ഇത് കിട്ടണം. ഇത് കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ അടുത്ത് തന്നെ കേവ് ഉണ്ടെന്ന് തോന്നുന്നട്ടാ. ഓക്കെ, കേവിലേക്ക് ഇത് കേവല്ല കേട്ടോ ഗൈസ്. ഇത് കേവല്ല. ഇപ്പം തന്നെ രാത്രി 6.
ഇന്നാണ് ഗൈസ് വലിയ യുദ്ധമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ചിലപ്പോൾ ഇതിലൊക്കെ ഞാൻ മരിച്ചെന്നും വരും ഗൈസ്, പറയാൻ പറ്റില്ല. മരിക്കില്ല. ഉയ്യോ, എങ്ങനെയൊക്കെയോ ഞാനൊരു സ്റ്റെപ്പ് മാറിയെങ്കിൽ എൻ്റെ പണി അതോ ഗതി. പറയണ്ടല്ലോ ഗൈസ്, എൻ്റെ പണി അതോ ഗതിയായെന്നെ. ഇനി ദൈവമേ ഇതെങ്ങോട്ടാ പോണേന്ന് ദൈവത്തിനറിയാം, ഞാൻ എങ്ങോട്ടാ പോണേന്ന്. അമ്മ, അയ്യോ ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടണ ദൈവമേ. എങ്ങോട്ടാ പോണേ? അയ്യോ രാത്രി തോ പറഞ്ഞേക്കുന്നില്ല ഗൈസ്, എൻ്റെ അടിയിൽ തന്നെ സ്കെലിറ്റൻ ഉണ്ട്. ദൈവമേ, നമ്മളിപ്പോൾ എങ്ങനെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം. ക്ലോസ് ഗൈസ്, നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഇച്ചിരി നേരം നമുക്ക് ഇവിടെ നിൽക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ ഏതാ? ഡേ ലൈറ്റ് ഗൈസ്. നമുക്കിപ്പോൾ പക്ഷെ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ചിലപ്പോൾ സ്കെലിറ്റന്മാരുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാവില്ലയോ എന്ന്. ദൈവത്തിനറിയാം. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ പണി തീർന്നു എന്ന് വിചാരിച്ചു. അവിടെ ഒരു സ്കെലിറ്റൻ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് ഗൈസ്. എനിക്ക് അങ്ങോട്ട് പോണത്. അവനെന്താ കത്താത്ത ഇതുവരെയായിട്ടും? എനിക്ക് അറിഞ്ഞുകൂടാ അവന്മാരെന്താ കത്താത്തേന്ന്. ഗെയിം ഇവരെന്താ? വാട്ട് യു പോങ്ക്. അവന്മാരന്ന് കത്തി ഇല്ലാതെയായിപ്പോയി. ജസ്റ്റ് മിസ് ഗൈസ്. അടുത്തവൻ. ഇവിടെ എല്ലാവരും ഇവരാന്ന് തോന്നുന്നു. ഈ ഒന്ന് സണ്ണിപ്പോയി ഈസ്റ്റിലേക്ക്. ഇത് ഈസ്റ്റാണ്. ഇപ്പോൾ സാൻഡിയിലേക്ക് എത്താറായോ? എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിനറിയാം ഞാൻ എങ്ങോട്ടാ പോണേന്ന്. എൻ്റെ കയ്യിൽ വില്ലേജർ സാർ, താങ്കളുടെ ഇതെവിടെ? സാർ ഒന്ന് പറയൂ സാർ. ഇതെന്ത് ഇവന്മാർ വില്ലേജർ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇവിടെ അടുത്തെങ്ങാണ്ടുണ്ട് ഗൈസ്. എനിക്കറിയാം ഗൈസ്, ഇവിടെ അടുത്തെങ്ങാണ്ട് വില്ലേജ് ഉണ്ട്. എനിക്കറിയാം അടുത്തെങ്ങാണ്ട് വില്ലേജ് ഉണ്ട്. പക്ഷെ ഇതെവിടെയാണ് ദൈവത്തിനറിയാം. അയ്യോ What is this? Bro, you got some issues. എനിക്ക് എങ്ങനെയല്ല എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം ഗൈസ്. ഇപ്പോൾ ഇവിടെ വിശന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്. എന്തെങ്കിലും വിശക്കുന്നു നമുക്ക് വിശക്കുവാണ് ഗൈസ്. നമ്മൾ എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിനറിയാം ഗൈസ്. എങ്ങനെയെങ്കിലും വില്ലേജ് കണ്ടുപിടിക്കും ഗൈസ്, എങ്ങനെയെങ്കിലും. ഇതെങ്ങോട്ടാണ് ദൈവമേ? ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയാം ഗൈസ്. ഇന്ന് വില്ലേജ് കണ്ടുപിടിക്കുന്ന ദിവസമാണ് തോന്നുന്നു ഗൈസ്. ഫുള്ള് വില്ലേജ് ആയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടാവും. സത്യമായിട്ട് ഞാൻ പറയാം, ഇവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടാവും. ദൈവമേ, MLG നിനക്കറിയാമോ? നിങ്ങൾക്ക് MLG. പക്ഷെ എൻ്റെ കയ്യിൽ വാട്ടർ ബക്കറ്റ് ഇല്ല. ഈ റാബിറ്റിനെ കാണുമ്പോൾ എനിക്ക് 2 എണ്ണം കൊടുക്കാനുണ്ട്. റാബിറ്റിന് 1 എണ്ണം കൊടുത്താൽ പോയി. നമ്മൾ എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിനറിയാം. നമ്മളെങ്ങോട്ടാ പോണേന്ന് ഗൈസ്. നമ്മൾ ഇത്ര നേരം നടന്ന് മനുഷ്യനിതാ അവിടെ കുറേ നേരം നമ്മൾ നടന്നു. ഇതിപ്പോൾ എവിടെയാണെന്ന് പോലും ദൈവത്തിനറിയാം ഗൈസ്. ഞാൻ എങ്ങോട്ടൊക്കെയോ പോണുണ്ട്, എനിക്ക് പോലും അറിഞ്ഞൂടാ. ഇതെന്ത് ഞാൻ ഗൈസ്? അവിടെ എന്തോ ഉണ്ടല്ലോ. വാട്ട്? വി ഫൗണ്ട് വില്ലേജ്. ദിസ് വില്ലേജ്? ഇത് വില്ലേജ് തന്നെയാണോ? നമുക്ക് നോക്കാം ഗൈസ്, ഇത് വില്ലേജ് തന്നെയാണോ എന്ന്. ഇത് വില്ലേജ് ആണോ നമുക്ക് നോക്കാം. This is village guys. റീസ്പോൺ പോയിന്റ് സെറ്റാക്കി ഗൈസ്. ഇച്ചിരി വിശന്നിരിക്കുമായിരുന്നു. ഇതിലൊക്കെ ആവട്ടെ. നമുക്ക് നേരെ
ഇങ്ങോട്ടൊന്ന് കണ്ടു. നമുക്കൊരു 5 ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് തിന്നണം ഗൈസ്. ഇത് നമുക്ക് തിന്നാം ഗൈസ്. നമ്മുടെ ഇവിടെ കേട്ടോ ബ്രെഡ് ഇട്ടിരുന്നു. ബ്രെഡ് ഇവിടെ വെച്ചേക്കാം ഗൈസ്. ഇവിടെ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് തിന്നാം. അങ്ങ അയ്യോ ഇനി ഇല്ലേ നമ്മുടെ ഭക്ഷണമൊക്കെ നടഞ്ഞു ഗൈസ്. ഇവിടെയൊക്കെ വില്ലേജറുണ്ട് കേട്ടോ. നമുക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണോ അല്ലാതെ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഒരു പുതിയൊരു വീടുണ്ടാക്കണമെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ഗൈസ്. അതിന് ഇതെന്താണ് ദൈവത്തിലാണ് ഗൈസ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അല്ല ഇത് ചുമ്മാ നമ്മൾ പറ്റിക്കില്ല ഗൈസ്. പറ്റിക്കില്ല. ഇതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ മുകളിൽ ഇതെന്താ പാടേറ്റ പൊന്ന് സീൻ സാധനം. ഈ സർവറിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വാഴ ഗൈസ്. വാഴ 1. നമ്മൾ ഏറ്റവും ഇപ്പോഴാട്ടോ ടോപ്പ് 4 എത്തിയില്ല ഗൈസ്. ഇനിയുണ്ട് ടോപ്പ് 4 ഇനിയുണ്ട് ഗൈസ്. ഇനിയും വേണം. ദൈവമേ ഇപ്പോൾ വീണാനാ. ഇപ്പോൾ ഒരു സാധനം കിട്ടിയില്ലാന്ന്. ഓക്കെ ഗൈസ്, എത്ര ഫ്ലോർ ഉണ്ടെന്ന് ദൈവത്തിനറിയാം അതിൻ്റെ ഉത്തരം. ഇത് ബെഡ്. ഓക്കെ, നമ്മൾ ആ വലിയ കുത്തപ്പിനാറിൽ നമ്മൾ കയറിയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ആ മിനിറ്റ് ആ വില്ലേജറെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ അടുത്ത് വല്ല വില്ലേജ് ഉണ്ടായിരിക്കുന്നത്. ശരിയല്ലേ, നമ്മൾ വില്ലേജ് ഉണ്ടത് തന്നെ. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാൻഡ് വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ആയിരിക്കും. ഓക്കെ, ഇതെന്ത് സാധനം? ഇത് സ്നെയിലില്ലേ ബ്രോ? സ്നെയിൽ കുട്ടാ. ഗൈസ്, പിന്നെ ഇവൻ ആരാന്നറിയോ? ഇവനാണ് എൻ്റെ മൂത്ത്. പക്ഷേ ഈ മൂത്തിനോട് കയറി നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറി ഇവന്മാരെ എടുത്ത് അടിച്ചമ്മൻ്റെ തീർത്ത് കളയണമാര് നമ്മളെ. അതുകൊണ്ട് ഞാൻ അവനെ ഒന്നും അടിക്കാൻ പാടില്ല. നമുക്കൊന്ന് ബെല്ലടിക്കുക ഗൈസ്. നമ്മൾ ബെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവന്മാരൊക്കെ ഓടി പിടക്കുക. ഇവന്മാരുടെ അടുത്ത് വല്ലതും വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വില്ലേജർ അതാണ് വില്ലേജർ ഔട്ട് പോസ്റ്റ്. അപ്പോൾ ഇവന്മാരുടെ അടുത്ത് വല്ലതും വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവന്മാരുടെ അടുത്തൊന്നും ഇവന്മാർ ഈ അടുത്തില്ല. ആ കാടിലുള്ള അവിടെ ഉള്ളവർക്കായിരിക്കും ചിലപ്പോൾ വില്ലേജർ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. ദൈവത്തിനാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഇച്ചിരൊക്കെ കൊടുക്കണം. പിന്നെ ഓസിനെ ജീവിക്കാനല്ല, നമ്മൾ ഓസിനെ ജീവിക്കും. നമ്മൾ ഇവന്മാരുടെ കയ്യിൽ നിന്ന് അടിപ്പിക്കും. ഇതെന്ത് സാധനം? വൃത്തികെട്ട പല്ലി. ദൈവമേ ഗൈസ്, എടാ നമ്മൾ വിചാരിച്ച മാതിരി അല്ലടാ. ദൈവമേ ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്നായിട്ടുണ്ട് ഗൈസ്. പിന്നെ മറ്റേ അയൺ ഗോളത്തിൻ്റെ കയ്യിൽ അടി കിട്ടി. നമ്മൾ വടിയായിട്ടുണ്ട് ഗൈസ്. ഭാഗ്യത്തിന് ഇവിടെ റീസ്പോൺസ് സെറ്റ് ആക്കിയുണ്ട്. നമ്മുടെ ഭാഗ്യം. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ആദ്യം തന്നെ ഇവിടെ ഒരു വില്ലേജിൽ കയറിയിട്ട് നിങ്ങൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു വില്ലേജിൽ കയറിയത് നമ്മുടെ സന്തോഷം ഗൈസ്. ഭാഗ്യം ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയോ വില്ലേജ് കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഓക്കെ, ഇനി നമുക്ക് ഒരു പരിപാടി ഉണ്ട് ഗൈസ്. ഇറ്റ്സ് ടൈം ടു ഗോ ടു മൈനിങ്. നമ്മൾ ഇനി അയൺ നമുക്ക് ഒരു 4 അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. കാരണം ഇനി വല്ല ആവശ്യം വരുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് 4 എണ്ണം ഇവിടെ വയ്ക്കാം ഗൈസ്. ഓക്കെ, 4 എണ്ണം വെച്ചിട്ട് നമുക്ക് നേരെ പോകാം ഗൈസ്. ഈ റൂമൊക്കെ അടച്ചു പൂട്ടുക. എന്നിട്ട് നമുക്കൊന്ന് മൈനിങ്ങിന് പോകണം. മൈനിങ്ങിന് പോയിട്ട് വേണം. കുറേ പരിപാടികളുണ്ട് ഗൈസ്. കുറേ അധികം കയറിയ പണികൾ നമുക്കിനി ചെയ്ത് തീർക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ചെയ്ത് തീർക്കണ മുന്നേ നിങ്ങളെല്ലാം ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി ലൈക്ക് അടിച്ചു, സബ് ചെയ്യൂ. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം. ഓക്കെ, ഈ വീഡിയോ ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഗൈസ്. ഇത് സർവറായിട്ടാണ് പുതിയൊരു സർവറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ എവിടെയെങ്കിലും കേവ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം കിട്ടുവാണെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിരുന്നു.
എന്ന് പറയുകയാണ്. ഇതൊരു ഗെയിമാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്കിതൊന്ന് മുറിക്കണമെങ്കിൽ നമ്മൾ സ്റ്റോൺ പിക്കറ്റ്സ്. ഇറ്റ്സ് ടൈം ടു ഗോ ടു സ്റ്റോൺ പിക്കറ്റ്സ്. ഓക്കെ. ഇതൊന്നും പോകണമില്ലല്ലേ. ഇതെന്ത് ഇത്? അയ്യേ, ഇത് മറ്റേ അവൻ്റെ ഇതൊന്നുമല്ല ഗൈസ്. ഇതൊന്നുമല്ല നമ്മൾ വിചാരിച്ച സാധനമല്ല ഗൈസ്. ഇത് നമ്മൾ വിചാരിച്ച ബെസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു ഗ്യാസ് ബ്ലോക്ക് ഒന്ന് എടുക്കാം. മനുഷ്യന് ഒരു സാധനം അറിയില്ല. ചുമ്മാ പെടച്ച് വിടുക, അങ്ങനെ പാടിക്കണമെന്ന് പോലും. ഓക്കെ, എൻ്റെ പൊന്നോ, ഒന്ന് പോയി തന്നാൽ മതി. ഒന്ന് പോ. ഓക്കെ, നമ്മുടെ വില്ലേജ് നമ്മളൊന്ന് ഓക്കെ, നമ്മുടെ വില്ലേജ് ഇവിടെ. ഇവിടെ അടുത്ത് വല്ലതും. ഇത് കേവാണോ? ഇത് കേവാണ്. അതെ, കേവാ. പക്ഷെ കേവിൽ പോണ മുന്നേ നമുക്കൊരു പണിയുണ്ട് കേസ്. ഒരു പണിയുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്താൽ മതിയോ എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ വന്നിട്ട് ഇവിടെ ഈ കേവ് ഒന്ന് ലൂട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് ടോർച്ച് ആ സാധനങ്ങളൊക്കെ വേണമല്ലോ. ടോർച്ചില്ലാതെ നമ്മൾ കേവിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ മോശമായിരിക്കും. മോശമാര് ഇത് ചെയ്ത് കളയും ഗൈസ്. അതുകൊണ്ട് ടോർച്ച് വേണം, അല്ലെങ്കിൽ നമുക്ക് കണ്ണ് കാണില്ല ഗൈസ്. കണ്ണ് കാണില്ല നമുക്കൊന്ന്. നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ഉണ്ടല്ലേ. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ നമ്മളൊരു പുതിയൊരു റൂള് വെച്ചേക്കാണ് ഗൈസ്. ഞാൻ ഒരു മാസം 2 വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു മാസം 2 വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ ഒരു മന്ത് 2 വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ഗൈസ്. എല്ലാവർക്കും ഗുഡ് ബൈ.